നല്ല രൂപത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മൊബൈലിൻ്റെ ഡിസ്പ്ലേ പെട്ടെന്ന് നോക്കുന്ന സമയത്ത് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളുടെ മാനസികാവസ്ഥ? ഇതാരോട് പറയും? ഇതെങ്ങനെ ശരിയാക്കും? മൊബൈലിൻ്റെ ഡിസ്പ്ലേക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നതാണോ? ഇങ്ങനെയുള്ള മാനസികാവസ്ഥയിലായിരിക്കും നിങ്ങളെല്ലാവരും ഉണ്ടാകുക. ഇത് മൊബൈലിൻ്റെ സെറ്റിങ്സിൻ്റെ പ്രശ്നമാണെന്ന് എത്ര പേർക്കറിയാം? എൻ്റെ ഒരു സുഹൃത്ത് എന്നെയും കൂട്ടി മൊബൈൽ വിൽക്കാൻ വേണ്ടിയിട്ട് ഒരു കടയിൽ കയറി. ഒരു ഹിന്ദിക്കാരൻ്റെ കടയാണ്. ഇദ്ദേഹത്തിനാണെങ്കിൽ പൈസക്ക് അത്യാവശ്യമാണ്, അതുകൊണ്ടാണ് മൊബൈൽ വിൽക്കുന്നത്. ഏകദേശം ഒരു പൈസയുടെ റേറ്റൊക്കെ പറഞ്ഞ് ഉറപ്പിച്ചു. പക്ഷേ ഒരു 2 മിനിറ്റിനകം ആ ഒരു ഹിന്ദിക്കാരൻ പറഞ്ഞു, നിങ്ങളുടെ മൊബൈലിൻ്റെ ഡിസ്പ്ലേക്ക് ഇതാ ഇന്ന പോലെ കംപ്ലൈൻറ്റ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞ റേറ്റിൽ നിന്നും 5000 കുറച്ചിട്ടേ തരൂ, നിങ്ങൾക്ക് വേണമെങ്കിൽ വിൽക്കാം, പക്ഷേ ഡിസ്പ്ലേ പ്രശ്നമുള്ളത് എനിക്ക് വിഷയമൊന്നുമല്ല, ഞാനത് ശരിയായിക്കോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം ആകെ ബേജാറായി. കാരണം ഡിസ്പ്ലേക്ക് ഇങ്ങനെ ഒരു കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ഇനി മറ്റൊരാൾക്ക് ഇത് വിൽക്കാൻ കഴിയില്ലല്ലോ, അതുകൊണ്ട് നിങ്ങൾ 5000 കുറച്ച് തന്നാൽ മതി, ഇവിടെ തന്നെ കൊടുക്കാമെന്ന് അയാൾ തീരുമാനിച്ചു. പക്ഷേ ഞാൻ പറഞ്ഞു, ഇപ്പം നിങ്ങൾ വിൽക്കാൻ നിൽക്കണ്ട, ആ മൊബൈൽ ഞാൻ കയ്യിൽ വാങ്ങിയിട്ട് അയാളെയും കൂട്ടി കുറച്ച് ദൂരം നടന്നു. സെക്കൻഡുകൾ കൊണ്ട് ഞാനത് ശരിയാക്കി കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അയാൾ പറഞ്ഞു, മൊബൈലിൻ്റെ ഡിസ്പ്ലേയിൽ ഇപ്പം പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ആ ഹിന്ദിക്കാരൻ നിങ്ങളെ പറ്റിക്കാൻ ശ്രമിച്ചതാണ് എന്ന്. ഇങ്ങനെ നിങ്ങളും പറ്റിക്കപ്പെടാതിരിക്കാൻ ഈ സെറ്റിങ്സ് എവിടെയാണുള്ളത്, എന്തൊക്കെയാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത് എന്നൊന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതല്ലേ? അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. സമയം കളയാതെ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ 2 മൊബൈലുകൾ എടുത്തിട്ടുണ്ട്. രണ്ടിലും സെറ്റിങ്സ് വ്യത്യാസമുണ്ട്, അതുകൊണ്ടാണ് 2 മൊബൈലുകൾ എടുത്തിട്ടുള്ളത്. ഇവിടെ സാംസങ്ങിൻ്റെ മൊബൈലിൻ്റെ സെറ്റിങ്സ് ഞാനിവിടെ ഓപ്പൺ ചെയ്യാണ്. എന്നിട്ട് ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞാൽ എബൌട്ട് ഫോൺ എന്ന ഈ ഒരു ഭാഗം കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻ എന്ന ഭാഗം കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് കുറച്ചുകൂടി താഴേക്ക് വന്നു കഴിഞ്ഞാൽ ബിൽഡ് നമ്പർ എന്ന ഭാഗം കാണാൻ സാധിക്കും. ഇവിടെ തുടരെ 7 തവണ ഇങ്ങനെ പ്രസ് ചെയ്തുകൊണ്ടേയിരിക്കുക. അങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ക്രീൻ ലോക്ക് ചോദിക്കും. സ്ക്രീൻ ലോക്ക് കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഡെവലപ്പർ ഓപ്ഷൻ എന്ന പുതിയൊരു ഓപ്ഷൻ ഇവിടെ എനബിൾ ആയതിൻ്റെ പോപ്പപ്പ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ജസ്റ്റ് നിങ്ങൾ ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം വീണ്ടും ബാക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ എബൌട്ട് ഫോണിൻ്റെ തൊട്ട് താഴെയായിട്ട് ഡെവലപ്പർ ഓപ്ഷൻ എന്ന പുതിയൊരു ഓപ്ഷൻ വന്ന് കിടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇവിടെ റിയൽമിയുടെ മൊബൈലിൽ വ്യത്യാസമുണ്ട്. സെറ്റിങ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ എബൌട്ട് ഡിവൈസ് എന്ന ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് കുറച്ചുകൂടി താഴേക്ക് വന്നു കഴിഞ്ഞാൽ വേർഷൻ എന്ന ഈ ഒരു ഭാഗം കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഏറ്റവും മുകളിൽ വേർഷൻ നമ്പർ എന്ന ഭാഗം കാണാം. അവിടെ തുടരെ 7 തവണ ഇങ്ങനെ പ്രസ് ചെയ്തുകൊണ്ടേയിരിക്കുക. അങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ക്രീൻ ലോക്ക് ഇവിടെ ചോദിക്കും. സ്ക്രീൻ ലോക്ക് കൃത്യമായിട്ട് നിങ്ങൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഡെവലപ്പർ ഓപ്ഷൻ എന്ന പുതിയൊരു ഓപ്ഷൻ ഇവിടെ എനബിൾ ആയതിൻ്റെ പോപ്പപ്പ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ജസ്റ്റ് നിങ്ങളൊന്ന് ബാക്ക് വരിക. വീണ്ടും ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം ഇവിടെ സിസ്റ്റം ആൻഡ് അപ്ഡേറ്റ്സ് എന്ന ഭാഗം കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയും ഡെവലപ്പർ ഓപ്ഷൻ കാണാൻ സാധിക്കും. രണ്ടും ഒന്ന് തന്നെയാണ്. ഇവിടെ ഞാൻ സാംസങ്ങിൻ്റെ ഡെവലപ്പർ ഓപ്ഷൻ ഇവിടെ ഓപ്പൺ ചെയ്യാണ്. എന്നിട്ട് താഴേക്ക് വരാം. നേരത്തെ കാണിച്ച ഓപ്ഷൻ ഇവിടെ താഴെയാണ് ഉള്ളത്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഷോ വ്യൂ അപ്ഡേറ്റ്സ് എന്ന ഈ ഒരു ഭാഗം. ഇവിടെ ഓൺ ചെയ്ത് കഴിഞ്ഞാലാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരിക. കണ്ടോ, ഓൺ ചെയ്തു ഉടനെ തന്നെ ഡിസ്പ്ലേയുടെ കളർ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആകുന്നതായിട്ടും ഇങ്ങനെ മിന്നി മറയുന്നതായിട്ടും ഒക്കെ ഫീൽ ചെയ്യും. നമ്മൾ ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഡിസ്പ്ലേക്ക് എന്തോ പ്രശ്നമുള്ളതുപോലെ ആയിരിക്കും ഫീൽ ചെയ്യുക. ഓക്കെ, ഇനി ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം നമുക്ക് പരിഹരിക്കാനും സാധിക്കും. അതുപോലെ തന്നെയാണ് റിയൽമിയുടെ മൊബൈലിലും അതേ സെറ്റിങ്സ് ഇവിടെ ഡെവലപ്പർ ഓപ്ഷനിൽ നിങ്ങൾ കാണാൻ സാധിക്കും. അത് ഞാൻ ഓപ്പൺ ചെയ്യാണ്. ഇവിടെ താഴേക്ക് വരാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഷോ വ്യൂ അപ്ഡേറ്റ്സ് എന്ന ഈ ഒരു ഭാഗം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ കുറച്ചുകൂടി താഴേക്ക് വരാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഷോ വ്യൂ അപ്ഡേറ്റ്സ് എന്ന ഈ ഒരു ഓപ്ഷൻ. ഇതേ ഓപ്ഷൻ തന്നെയാണ്. ജസ്റ്റ് അതൊന്ന് എനബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയും ആ പ്രശ്നം ആരംഭിച്ചു കഴിഞ്ഞു. എവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാലും ടച്ച് ചെയ്യാതിരുന്നു കഴിഞ്ഞാലും ബാക്ക് വന്നു കഴിഞ്ഞാലും എവിടെ നോക്കിക്കഴിഞ്ഞാലും ഈ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ഒരു സെറ്റിങ്സ് നമുക്ക് ഓഫ് ചെയ്യണമെങ്കിൽ ഡെവലപ്പർ ഓപ്ഷൻ എനബിൾ ചെയ്തിട്ട് അതിൻ്റെ ഈ ഒരു ഓപ്ഷൻ, അതായത് ഷോ വ്യൂ അപ്ഡേറ്റ്സ് എന്ന ഈ ഒരു ഭാഗം നിങ്ങൾ ഓഫിലിടണം. എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുക. ഓക്കെ, ഇങ്ങനെയുള്ള തട്ടിപ്പുകളിലൊന്നും പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.